ഒരു ഗ്ലാസ്സിൽ നിറയെ ഉപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് നിറയെ ഉപ്പ് വെള്ളം എടുത്ത് ഇതുപോലെ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുത്തിട്ടുണ്ടോ, തീർച്ചയായിട്ടും കറിവേപ്പ് നല്ലൊരു മരമാക്കി വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കഞ്ഞീൻ്റെ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ അരി കഴുകിയെടുത്ത വെള്ളമോ സാധാ പച്ചവെള്ളമോ എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. അതിലേക്ക് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചെടികളിലാണെങ്കിലും അതുപോലെ പച്ചക്കറികളിലാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ പൂക്കാനും കായ്ക്കാനും തൈകൾ ഉണ്ടാവാനും ചെടികളെ മുരടിപ്പ് മാറാനും പൂക്കൾക്ക് നല്ല കളറ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അത് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ കഞ്ഞിവെള്ളം നേർപ്പിക്കുക. നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുക്കുക കേട്ടോ. ഇതൊരു 2-3 മാസം കൂടുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് ഇല നിറഞ്ഞ് കറിവേപ്പ് നല്ലൊരു മരമാക്കി തന്നെ വളർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.